മൂവാറ്റുപുഴ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ തുടക്കമായി. ആന്റണി ജോൺ MLA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 100ഓളം വോളണ്ടിയേഴ്സാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. യുവതഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്ന ആശയം മുൻനിർത്തി NSS ക്യാമ്പിന് തുടക്കം കുറിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കേവലം 20 താഴെ കുട്ടികളിലേക്ക് ചുരുങ്ങിയ വിദ്യാലയമാണ്. ഏതാണ്ട് 5-10 വർഷക്കാലത്ത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് 2016 മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ മാറ്റമാണ്. 300-ലധികം കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. വളരെ മികച്ച രീതിയിൽ നമ്മുടെ ടീച്ചറുണ്ട്, PTA ഭാരവാഹികൾ, ഇവിടെ ഈ പൊതുസമൂഹം ആകെ ഈ സ്കൂളിന് വേണ്ടി ഒത്തുനിന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ 20 താഴെ എണ്ണത്തിലേക്ക് വന്ന സ്കൂളാണ് 9-9.5 വർഷം കഴിയുമ്പോൾ 300-ലേറെ കുട്ടികളിലേക്ക് മാറുന്നത്. ഡിസംബർ 22 മുതൽ 28 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിലാണ് സംഘടിപ്പിക്കുന്നത്. സാമൂഹ്യ സേവനത്തിന് NSS വിദ്യാർത്ഥികൾ നിർവഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് MLA പറഞ്ഞു. 100ഓളം വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്ന ക്യാമ്പിൽ നിർധനരായ ഒരു കുടുംബത്തിന്റെ വീടിന്റെ നവീകരണം, ഗവൺമെന്റ് PHC ശുചീകരണം, ആരോഗ്യ സർവേ, സ്കൂൾ നവീകരണം എന്നിവ കൂടാതെ ബോധവൽക്കരണ ക്ലാസുകൾ, വ്യക്തിത്വ വികസന ശില്പശാലകൾ തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നുണ്ട്. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് അനീഷ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺകുമാർ M, മെമ്പർ വിജോയ് P ജോസഫ്, ഗവൺമെന്റ് UP സ്കൂൾ HM ലിജി V പോൾ, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ഷഫാൻ സലാം, വോളണ്ടിയർ സെക്രട്ടറി അഫ്ന കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.